It's Theorem-3. ഈ തിയറം ലിമിറ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയുന്ന തിയറമാണ്. 3 പ്രോപ്പർട്ടി ഉണ്ട്. ഇതിൽ പറയുന്നത് സപ്പോസ് ദാറ്റ് ലിമിറ്റ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട്. ഡബ്ല്യു നോട്ട് ആണ് എഫിന്റെ ലിമിറ്റ് ആസ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട്. അതുപോലെ തന്നെ ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ടിൽ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡിന്റെ ലിമിറ്റ് ക്യാപിറ്റൽ ഡബ്ല്യു നോട്ട് ആണ്. അപ്പോൾ സ്മോൾ എഫിന്റെ ലിമിറ്റ് സ്മോൾ ഡബ്ല്യു നോട്ടും ക്യാപിറ്റൽ എഫിന്റെ ലിമിറ്റ് ക്യാപിറ്റൽ ഡബ്ല്യു നോട്ടും ആണെങ്കിൽ ദെൻ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത് ലിമിറ്റ് എഫ് ഓഫ് ഇസഡ് പ്ലസ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് പ്ലസ് ക്യാപിറ്റൽ ഡബ്ല്യു നോട്ട് എന്ന് പറയുന്നത്. അതായത് ലിമിറ്റ് എഫ് ഓഫ് ഇസഡ് പ്ലസ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് പ്ലസ് ഡബ്ല്യു നോട്ട്. ഈ ഡബ്ല്യു നോട്ട് ലിമിറ്റ് എഫ് ഓഫ് ഇസഡ് അല്ലേ, അപ്പൊ ഇതിനെ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് എഴുതാം പ്ലസ് ഡബ്ല്യു നോട്ട് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ആണ്. ഇതാണ് ആക്ച്വലി പറയുന്നത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് പ്ലസ് ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു ലിമിറ്റ് എഫ് പ്ലസ് ലിമിറ്റ് ക്യാപിറ്റൽ എഫ്. അതായത് ലിമിറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ സെക്കൻഡ് വൺ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലിമിറ്റുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഡബ്ല്യു നോട്ട് ഇൻറ്റു ഡബ്ല്യു നോട്ട് ആക്കാം. അതായത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് എഴുതാം എന്നാണ് പറയുന്നത്. ഇതിനെ ഇങ്ങനെ എഴുതാം. അതുപോലെ തന്നെ ഡിവിഷനിലും ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ബൈ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് ബൈ ഡബ്ല്യു നോട്ട്. അതായത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ബൈ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ്. ഇതാണ് തിയറം പറയുന്നത്. ഈ ലിമിറ്റ് നമുക്ക് ഇതേപോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇൻറ്റു ആണെങ്കിൽ ഇൻറ്റു ആക്കി എഴുതാം. ഡിവിഷൻ ആണെങ്കിൽ ഈ ലിമിറ്റ് മുകളിലേക്കും താഴേക്കും അപ്ലൈ ചെയ്യാം. അതാ പറയുന്നത് ഇവിടെ ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. അതായത് താഴെയുള്ള ലിമിറ്റ് 0 ആകാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസഡിന് എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതി, ഇസഡ് നോട്ടിന് എക്സ് നോട്ട് പ്ലസ് ഐ വൈ നോട്ട് എന്ന് എഴുതി, എഫ് ഓഫ് ഇസഡിനെ യു പ്ലസ് ഐ വി എന്ന് എഴുതി, ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡിനെ ക്യാപിറ്റൽ യു പ്ലസ് ഐ ക്യാപിറ്റൽ വി എന്ന് എഴുതി, അതുപോലെ ഡബ്ല്യു നോട്ടിന് യു നോട്ട് പ്ലസ് ഐ വി നോട്ട്, ക്യാപിറ്റൽ ഡബ്ല്യു നോട്ടിന് ക്യാപിറ്റൽ യു നോട്ട് പ്ലസ് ഐ ക്യാപിറ്റൽ വി നോട്ട് എന്ന് എഴുതി. ഇനി നമ്മളുടെ തിയറം 2 പറയുന്നത് എന്താണ്? തിയറം 2, അതായത് എഫ് ഓഫ് ഇസഡ് യു പ്ലസ് ഐ വി ആണെങ്കിൽ ലിമിറ്റ് എഫ് ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് ആണെങ്കിൽ ഈ യു ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് യു നോട്ട് ആയിരിക്കും, വി ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് വി നോട്ട് ആയിരിക്കും. അതാണ് തിയറം 2 പറയുന്നത്. ഈ തിയറം ഉപയോഗിച്ച് നമുക്ക് ഇവിടെ എന്തെഴുതാം, ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഡബ്ല്യു നോട്ട് ആണെന്ന് ഓൾറെഡി തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് തിയറം 2 അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും, ഈ എഫ് ഓഫ് ഇസഡിന്റെ റിയൽ പാർട്ട് അതായത് യു ഓഫ് എക്സ് വൈ. അപ്പൊ ഈ യു ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് ഡബ്ല്യു നോട്ടിന്റെ റിയൽ പാർട്ട് ആയിട്ടുള്ള യു നോട്ട് ആയിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലിമിറ്റ് ഇത് ഫംഗ്ഷൻ ഓഫ് 2 വേരിയബിൾ ആണ്, റിയൽ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ടാണ് എക്സ് വൈ ടെൻസ് ടു എഴുതിയത്. അപ്പൊ നമുക്ക് യുവിന്റെ ലിമിറ്റ് യു നോട്ട് ആണെന്ന് എഴുതാം. അതായത് ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു യു നോട്ട് എന്ന് എഴുതാം. അതുപോലെ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു വി നോട്ട് എന്ന് എഴുതാം. അതുപോലെ തന്നെ ക്യാപിറ്റൽ എഫിന്റെ കേസിലും ലിമിറ്റ് ടെൻസ് ടു ഇസഡ് നോട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഡബ്ല്യു നോട്ട് ആണെന്ന് തിയറത്തിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം, ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ, ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് ഈ ക്യാപിറ്റൽ യു നോട്ട് ആണെന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു യു നോട്ട്. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് ക്യാപിറ്റൽ വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യാപിറ്റൽ വി നോട്ട്. ഇത്രയും കാര്യങ്ങൾ എഴുതി. ഇനി
ഇത്രയും കാര്യങ്ങൾ ആദ്യം വെച്ചിട്ടുണ്ട്. ഇനി ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ള ഈ സം റൂള് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എഫ് ഓഫ് ഇസഡ് പ്ലസ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡിന്റെ ലിമിറ്റ് ഡബ്ല്യു നോട്ട് പ്ലസ് ക്യാപിറ്റൽ ഡബ്ല്യു നോട്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് എഫ് ഓഫ് ഇസഡ് പ്ലസ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് കൺസിഡർ ചെയ്തു. എഫ് ഓഫ് ഇസഡ് യു ഓഫ് എക്സ് വൈ പ്ലസ് എഫ് ഓഫ് ഇസഡ് യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ആണല്ലോ. അപ്പൊ അങ്ങനെ എഴുതാം, യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ. അതുപോലെ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡോ, അത് ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു ക്യാപിറ്റൽ വി ഓഫ് എക്സ് വൈ. ഇതിൽ സ്മോൾ യുയും ക്യാപിറ്റൽ യുവും റിയൽ പാർട്ടാണ്, അതിൽ ഐ ഇല്ല, അതുകൊണ്ട് അത് ഒരുമിച്ച് എഴുതി, യു ഓഫ് എക്സ് വൈ പ്ലസ് ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ. ഇതിലും ഐ ഉള്ള ടേം ആണ്, ഐ കോമൺ ആക്കി എടുത്തു. ബാക്കി ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വി ഓഫ് എക്സ് വൈ പ്ലസ് ക്യാപിറ്റൽ വി ഓഫ് എക്സ് വൈ എന്ന് വരും. അതിങ്ങനെ എഴുതി. ഇനി ഈ പ്രോപ്പർട്ടീസ്, ഇതുപോലുള്ള പ്രോപ്പർട്ടീസ് ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസിൽ ഈ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യും. അതായത് രണ്ട് ഫംഗ്ഷന്റെ സമ്മിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റുകളുടെ സം ആയിരിക്കും. ഇത് പ്രോപ്പർട്ടീസ് ഓൾറെഡി പ്രൂവ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, റിയൽ കേസിൽ ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് എടുത്താൽ ഈ സം റൂളും പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും എല്ലാം ട്രൂ ആണ്. ആ ഒരു പ്രോപ്പർട്ടിനോട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് യു ഓഫ് എക്സ് വൈ പ്ലസ് ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈയുടെ ലിമിറ്റ് എന്ത് ചെയ്യാം, ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. ലിമിറ്റ് യു ഓഫ് എക്സ് വൈ പ്ലസ് ലിമിറ്റ് ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. പക്ഷെ ഈ ലിമിറ്റ് എന്താ, ലിമിറ്റ് യു ഓഫ് എക്സ് വൈ യു നോട്ട് ആണ്. അതുപോലെ ലിമിറ്റ് ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ ക്യാപിറ്റൽ യു നോട്ട് ആണ്. അപ്പൊ ഈ ലിമിറ്റ് നമുക്ക് യു നോട്ട് പ്ലസ് ക്യാപിറ്റൽ യു നോട്ട് എന്ന് കിട്ടി. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് വി ഓഫ് എക്സ് വൈ പ്ലസ് ക്യാപിറ്റൽ വി ഓഫ് എക്സ് വൈ ചൂസ് ചെയ്യുക. അതിനെ വീണ്ടും ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾ കേസിൽ നമുക്ക് ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ ലിമിറ്റ് വി ഓഫ് എക്സ് വൈ പ്ലസ് ലിമിറ്റ് ക്യാപിറ്റൽ വി ഓഫ് എക്സ് വൈ എന്ന് എഴുതുക. പക്ഷേ ലിമിറ്റ് വി ഓഫ് എക്സ് വൈ വി നോട്ട് ആണ്, ലിമിറ്റ് ക്യാപിറ്റൽ വി ഓഫ് എക്സ് വൈ ക്യാപിറ്റൽ വി നോട്ട് ആണ്. അപ്പൊ ഈ ലിമിറ്റ് വി നോട്ട് പ്ലസ് ക്യാപിറ്റൽ വി നോട്ട് എന്ന് കിട്ടി. ഇനി നമുക്ക് തിയറം 2 വീണ്ടും അപ്ലൈ ചെയ്യാം. തിയറം 2 പറയുന്നത് എന്താണ്, ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് റിയൽ പാർട്ടിന്റെ ലിമിറ്റ് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ടിന്റെ ലിമിറ്റ്, അതാണ് തിയറം 2 പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് റിയൽ പാർട്ട് ആയതുകൊണ്ട് ഇതൊരു എക്സ് വൈ ടെൻസ് ടു എന്ന് എഴുതണം. എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്, ഇതിന്റെ റിയൽ പാർട്ട് എഫ് ഓഫ് ഇസഡ് പ്ലസ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ റിയൽ പാർട്ട്. എന്താണ്, യു ഓഫ് എക്സ് വൈ പ്ലസ് ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ, യു ഓഫ് എക്സ് വൈ പ്ലസ് ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട്, ഈ ഫംഗ്ഷന്റെ ഇമാജിനറി പാർട്ട്, അതായത് വി ഓഫ് എക്സ് വൈ പ്ലസ് ക്യാപിറ്റൽ വി ഓഫ് എക്സ് വൈ. ഇങ്ങനെ എഴുതി. തിയറം 2 ആണ് അപ്ലൈ ചെയ്തത്. ഒരു കോംപ്ലക്സ് ഫംഗ്ഷന്റെ ലിമിറ്റ് എന്ന് വെച്ചാൽ റിയൽ പാർട്ടിന്റെ ലിമിറ്റ് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ടിന്റെ ലിമിറ്റ്, അതാണ് തിയറം 2 പറയുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. പക്ഷേ ഈ ലിമിറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് യു ഓഫ് എക്സ് വൈ പ്ലസ് യു ഓഫ് എക്സ് വൈ, അത് എത്രയാണ് യു നോട്ട് പ്ലസ് ക്യാപിറ്റൽ യു നോട്ട്, അതാണ് ഇവിടെ എഴുതിയത്, യു നോട്ട് പ്ലസ് ക്യാപിറ്റൽ യു നോട്ട്. അത് പിന്നെ പ്ലസ് ഐ എഴുതി. അടുത്ത ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് വി ഓഫ് എക്സ് വൈ പ്ലസ് ക്യാപിറ്റൽ വി ഓഫ് എക്സ് വൈ, ആ ലിമിറ്റ് ആണ് ഇവിടെ കണ്ടുപിടിച്ചത്. അതിന്റെ വാല്യൂ എന്താണ്, വി നോട്ട് പ്ലസ് ക്യാപിറ്റൽ വി നോട്ട്, അതാണ് ഇവിടെ എഴുതിയത്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, യു നോട്ട് പ്ലസ് ക്യാപിറ്റൽ യു നോട്ട് പ്ലസ് ഐ ഇൻറ്റു വി നോട്ട് പ്ലസ് ക്യാപിറ്റൽ വി നോട്ട്. ഇനി ഈ യു നോട്ടും ഐ ഇൻറ്റു വി നോട്ടും ഒരുമിച്ച് എഴുതുക, യു നോട്ട് പ്ലസ് ഐ വി നോട്ട്. അതുപോലെ ഈ ക്യാപിറ്റൽ യു നോട്ടും ഐ ഇൻറ്റു ക്യാപിറ്റൽ വി നോട്ടും ഒരുമിച്ച് എഴുതുക, ഇവിടെ എഴുതി, അങ്ങനെ പോലെ എഴുതി. ഇനി യു നോട്ട് പ്ലസ് ഐ വി നോട്ട് ആക്ച്വലി ഡബ്ല്യു നോട്ട് ആണ്.
ഓക്കെ. അതുപോലെ തന്നെ ക്യാപിറ്റൽ യു നോട്ട് പ്ലസ് ഐ ക്യാപിറ്റൽ വി നോട്ട് ക്യാപിറ്റൽ ഡബ്ല്യു നോട്ട് ആണ്. അപ്പൊ ഡബ്ല്യു നോട്ട് പ്ലസ് ക്യാപിറ്റൽ ഡബ്ല്യു നോട്ട് എന്ന് കിട്ടി. പക്ഷേ ഡബ്ല്യു നോട്ട് എന്താണ്? എഫ് ഓഫ് ഇസഡിന്റെ ലിമിറ്റ് ആണ്. അപ്പൊ ഡബ്ല്യു നോട്ടിന് പകരം ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് എന്ന് എഴുതി. അതുപോലെ ക്യാപിറ്റൽ ഡബ്ല്യു നോട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡിന്റെ ലിമിറ്റ് ആണ്. അപ്പൊ ഇതിന് പകരം ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എന്ന് എഴുതി. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പ്രൂവ് ആയി. ലിമിറ്റ് എഫ് ഓഫ് ഇസഡ് പ്ലസ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ലിമിറ്റ് എഫ് ഓഫ് ഇസഡ് പ്ലസ് ലിമിറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ്. അപ്പൊ നമുക്ക് അഡീഷൻ റൂൾ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ലിമിറ്റിൽ അഡീഷൻ റൂൾ ഹോൾഡ് ചെയ്യും. ലിമിറ്റിന് നമുക്ക് സം ഓഫ് ടു ഫംഗ്ഷന്റെ ലിമിറ്റ് സം ഓഫ് ലിമിറ്റ്സ് ആക്കി നമുക്ക് എഴുതാമെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്തു. എഫ് ഓഫ് ഇസഡ് യു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ആണ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു ക്യാപിറ്റൽ വി ഓഫ് എക്സ് വൈ ആണ്. ഇനി നമ്മൾ ഇതിന്റെ രണ്ടും എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ. അതായത് യു ഓഫ് എക്സ് വൈ ഇൻറ്റു ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ. അപ്പൊ യു ഓഫ് എക്സ് വൈ ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ പ്ലസ് യു ഇൻറ്റു ഐ വി യു ഇൻറ്റു ഐ വി പ്ലസ് ഐ വി ക്യാപിറ്റൽ യു ഐ വി ക്യാപിറ്റൽ യു. അതുപോലെ തന്നെ ലാസ്റ്റ് എന്താ വരിക? ഐ വി ഐ വി ഐ സ്മോൾ വി ഐ ക്യാപിറ്റൽ വി. അപ്പൊ ഐ ഇൻറ്റു ഐ മൈനസ് 1 വരും, വി ക്യാപിറ്റൽ വി വരും. ഇതിനെ റിയൽ പാർട്ട് ആദ്യം എഴുതിയതാണ് ഈ ഈ ലൈൻ എഴുതിയിട്ടുള്ളത്. ഓക്കെ. നമുക്ക് റിയൽ പാർട്ട് എന്തൊക്കെയുള്ളത്? യു വിയും മൈനസ് വി വിയും ആണ് റിയൽ പാർട്ട്. അതാണ് എഴുതിയിട്ടുള്ളത്. യു ഓഫ് എക്സ് വൈ ഇവിടെ യു യു ആയിരുന്നു ഫസ്റ്റ്, യു യു ആണ്. അപ്പൊ യു ഓഫ് എക്സ് വൈ ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ മൈനസ് വി ഓഫ് എക്സ് വൈ ക്യാപിറ്റൽ വി ഓഫ് എക്സ് വൈ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിയൽ പാർട്ടാണ് ഇത്, വേറെ ഒന്നുമില്ല. ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുക, റിയൽ പാർട്ട് മാത്രം ആദ്യം എഴുതുക. അങ്ങനെ എഴുതി. പിന്നെ ഐ ഉള്ള പാർട്ട് ഐ ഇൻറ്റു യു വി യു ഓഫ് എക്സ് വൈ ക്യാപിറ്റൽ വി ഓഫ് എക്സ് വൈ പ്ലസ് വി യു വി ഓഫ് എക്സ് വൈ ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ അങ്ങനെ എഴുതി. ഇതിലും നമുക്ക് എന്ത് ചെയ്യാം? റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസിന്റെ ലിമിറ്റ് റൂൾസ് നമുക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ ലിമിറ്റ് എന്താണെന്ന് എഴുതാം. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് ഈ എക്സ്പ്രഷൻ യു ക്യാപിറ്റൽ യു മൈനസ് വി ക്യാപിറ്റൽ വി ഈക്വൽ ടു ലിമിറ്റ്. നമുക്ക് ലിമിറ്റ് ഇതിൽ ഉള്ളിലേക്ക് ഒക്കെ കൊടുത്ത് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പൊ ലിമിറ്റ് യു യു ഓഫ് എക്സ് വൈ അത് യു നോട്ട് ആണ്. അതുപോലെ ലിമിറ്റ് ക്യാപിറ്റൽ യു ഓഫ് എക്സ് വൈ ഇത് ക്യാപിറ്റൽ യു നോട്ട് ആണ് മൈനസ് ലിമിറ്റ് വി ഓഫ് എക്സ് വൈ അത് സ്മോൾ വി നോട്ട് ലിമിറ്റ് ക്യാപിറ്റൽ വി ഓഫ് എക്സ് വൈ അത് ക്യാപിറ്റൽ വി നോട്ട്. ഇങ്ങനെ കിട്ടും. ഈ ലിമിറ്റ് യു നോട്ട് മൈനസ് വി നോട്ട് എന്ന് കിട്ടും. അതുപോലെ തന്നെ ഇമാജിനറി പാർട്ടിന്റെ ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് എക്സ് വൈ ടെൻസ് ടു എക്സ് നോട്ട് വൈ നോട്ട് യു ക്യാപിറ്റൽ വി പ്ലസ് വി ക്യാപിറ്റൽ യു. അതെന്ത് കിട്ടും ഇതുപോലെ ചെയ്യുമ്പോൾ? യു നോട്ട് ക്യാപിറ്റൽ വി നോട്ട് പ്ലസ് വി നോട്ട് ക്യാപിറ്റൽ വി നോട്ട് എന്ന് കിട്ടും. യു വി വി യു. വി ആണല്ലേ, ഇവിടെ വി ആണ്. യു വി ഇല്ലല്ലേ, കറക്റ്റ് ആണ് അത്. യു യു വി വി യു വി വി യു ഇവിടെ യു ആണ്. അപ്പൊ യു നോട്ട് ലിമിറ്റ് എടുക്കുമ്പോൾ യു നോട്ട് വി നോട്ട് പ്ലസ് വി നോട്ട് യു നോട്ട് എന്ന് കിട്ടും. വീണ്ടും നമ്മൾ തിയറം 2 എഫ് ഇൻറ്റു ക്യാപിറ്റൽ എഫിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു ഈ ഫംഗ്ഷന്റെ റിയൽ പാർട്ടിന്റെ ലിമിറ്റ്. അത് ഇതാണ് ഈ കോംപ്ലക്സ് ഫംഗ്ഷന്റെ റിയൽ പാർട്ടിന്റെ ലിമിറ്റ് യു നോട്ട് മൈനസ് വി നോട്ട് അതാണ് ഈ എഴുതിയിട്ടുള്ളത്. പ്ലസ് ഐ ഇൻറ്റു ഈ ഫംഗ്ഷന്റെ ഇമാജിനറി പാർട്ടിന്റെ ലിമിറ്റ്.
അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. u0 v0 പ്ലസ് v0 u0 അങ്ങനെ എഴുതുക. ഇനി നമുക്ക് ഇതിനെ വീണ്ടും തിരിച്ചെന്ത് ചെയ്യാം, ഈ ഫോമിലാണ് ഇപ്പൊ ഇത് കിടക്കുന്നത് അല്ലേ, u0 v v0 പ്ലസ് i ഇൻറ്റു u0 v പ്ലസ് v u0 എന്ന ഫോമിലാണ് ഇവിടെ കിടക്കുന്നത്. ഇതിന് നമുക്ക് ഇതുപോലെ ഫാക്ടറൈസ് ചെയ്യാമല്ലോ. അങ്ങനെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എഴുതാം, u0 v0 ഇൻറ്റു u0 പ്ലസ് i v0 ഇൻറ്റു ക്യാപിറ്റൽ u0 പ്ലസ് i ഇൻറ്റു ക്യാപിറ്റൽ v0 എന്ന് എഴുതാം. അതാണ് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും എന്നും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഇതിനെ എന്തായാലും ഫാക്ടറൈസ് ചെയ്ത് ഇതുപോലെ എഴുതിയെന്ന് വിചാരിക്കുക. u0 പ്ലസ് i v0 ഇൻറ്റു u0 പ്ലസ് ക്യാപിറ്റൽ i v0. പക്ഷെ u0 പ്ലസ് i v0 w0 ആണ്, ക്യാപിറ്റൽ u0 പ്ലസ് i ക്യാപിറ്റൽ v0 ക്യാപിറ്റൽ w0 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് w0 എന്ന് കിട്ടി. പക്ഷെ w0 എഫിന്റെ സ്മോൾ എഫിന്റെ ലിമിറ്റ് ആണ്, ക്യാപിറ്റൽ w0 ക്യാപിറ്റൽ എഫിന്റെ ലിമിറ്റ് ആണ്. അപ്പൊ ഇതേപോലെ കിട്ടും. അപ്പൊ ലിമിറ്റ് എഫ് ഇൻറ്റു എഫ് ഈക്വൽ ടു ലിമിറ്റ് എഫ് ഇൻറ്റു ലിമിറ്റ് എഫ് അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ തേർഡ് പ്രോപ്പർട്ടി കോഷ്യന്റ് വരുമ്പോൾ എഫ് ഓഫ് ഇസഡ് ബൈ ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് എഴുതുക. എഫിന് പകരം സ്മോൾ യു പ്ലസ് ഐ വി എഴുതുക, ക്യാപിറ്റൽ എഫിന് പകരം ക്യാപിറ്റൽ യു പ്ലസ് ഐ വി എന്ന് എഴുതുക. അപ്പൊ ഇതില് നമുക്ക് റിയലും ഇമാജിനറി ആയിട്ട് ഈ എക്സ്പ്രഷൻ സ്പ്ലിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മോളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന്റെ കോൺജുഗേറ്റ് യു ഓഫ് എക്സ് വൈ മൈനസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ ആണ്. അതാണ് ഇവിടെ യു ഓഫ് എക്സ് വൈ മൈനസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ കൊണ്ട് മോളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, ഇത് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. റിയൽ പാർട്ട് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട്, അത് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഈ ഫോമിലാക്കി എടുക്കണം. ഇനി നമ്മൾ റിയൽ ഫംഗ്ഷൻസിന് ലിമിറ്റിന്റെ പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യും. ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ഇതിന്റെ ഈ ലിമിറ്റ്, ഈ റിയൽ പാർട്ടിന്റെ ലിമിറ്റ് എന്താണെന്ന് കിട്ടും. യുവിന്റെ ലിമിറ്റ് u0, ക്യാപിറ്റൽ യുവിന്റെ ലിമിറ്റ് ക്യാപിറ്റൽ u0, അങ്ങനെ തന്നെ എഴുതുക. അപ്പൊ u0 ക്യാപിറ്റൽ u0 പ്ലസ് v0 ക്യാപിറ്റൽ v0 ഡിവൈഡ് ബൈ u0 സ്ക്വയർ മൈനസ് v0 സ്ക്വയർ എന്ന് കിട്ടും. അതുപോലെ തന്നെ ലിമിറ്റ് ഈ ഇമാജിനറി പാർട്ട് ഈക്വൽ ടു v0 u0 മൈനസ് u0 v0 ഡിവൈഡ് ബൈ u0 സ്ക്വയർ മൈനസ് v0 സ്ക്വയർ എന്ന് കിട്ടും. ഇനി വീണ്ടും തിയറം 2 അപ്ലൈ ചെയ്യുക. ലിമിറ്റ് എഫ് ബൈ ക്യാപിറ്റൽ എഫ് ഈക്വൽ ടു എന്താണ്, കോംപ്ലക്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ റിയൽ പാർട്ടിന്റെ ലിമിറ്റ് പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ടിന്റെ ലിമിറ്റ്. അപ്പോ റിയൽ പാർട്ടിന്റെ ലിമിറ്റ് ഇതാണ് u0 പ്ലസ് v0 ബൈ u0 സ്ക്വയർ മൈനസ് v0, അതാണ് ഇവിടെ എഴുതിയത്. പ്ലസ് ഐ ഇൻറ്റു ഇതിന്റെ ഇമാജിനറി പാർട്ടിന്റെ ലിമിറ്റ്, അതായത് ഇത്, അതിവിടെ എഴുതി. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ എക്സ്പ്രഷൻ മാറ്റിയാണ് നമ്മൾ ഈ എക്സ്പ്രഷൻ എഴുതിയത് അല്ലേ. അപ്പൊ അതുപോലത്തെ തന്നെ ഉള്ള എക്സ്പ്രഷൻ ആണ് ഇവിടെ ഉള്ളത്. എക്സ് വൈ ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. അപ്പൊ അതിനെ നമുക്ക് തിരിച്ചെന്ത് ചെയ്യാം, ആ കോഷ്യന്റ് ആക്കി എഴുതാം. u0 പ്ലസ് ഐ വി നോട്ട് ബൈ u0 പ്ലസ് ഐ വി നോട്ട് എന്ന് എഴുതാം. പക്ഷേ u0 പ്ലസ് ഐ വി നോട്ട് w0 ആണ്. അതുപോലെ ക്യാപിറ്റൽ u0 പ്ലസ് ഐ ഇൻറ്റു ക്യാപിറ്റൽ വി നോട്ട് ക്യാപിറ്റൽ w0 ആണ്. പക്ഷേ w0 ലിമിറ്റ് എഫ് ഓഫ് ഇസഡ് ആണ്, w0 ലിമിറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് ഇസഡ് ആണ്. അങ്ങനെ ഈ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാം.